പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഓൺലൈനായിട്ടും അല്ലാന്നുണ്ടെങ്കിൽ മാനുവലി നിങ്ങൾ ഒരു കടയിലേക്ക് പോയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ കയ്യിൽ എമൗണ്ട് ഉണ്ടാകില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ വീട്ടിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്കോ അത്യാവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും. ഈ സാഹചര്യത്തിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ബജാജിൻ്റെ ഫിൻസർവ് കാർഡ് വെച്ചിട്ടോ ആമസോൺ പേ ലെറ്റർ, ഫ്ലിപ്കാർട്ട് പേ ലെറ്റർ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള EMI ഫെസിലിറ്റി ലഭിക്കുന്ന ഓപ്ഷൻസുകളെല്ലാം നമ്മൾ സ്വീകരിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ആണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ ഒരു പേ ലെറ്റർ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ആമസോണിൽ പേ ലെറ്റർ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് വേണ്ടത്, അതായത് നമുക്ക് എലിജിബിൾ ആയി നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ സിബിൽ സ്കോർ, അതായത് നമ്മളെ സിബിൽ സ്കോർ അത്യാവശ്യം 715 അബോവ് നിങ്ങൾക്ക് വേണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്രെഡിറ്റ് സ്കോർ നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ കറക്റ്റ്, അതായത് നിങ്ങൾ എപ്പോഴാണോ പേയ്മെന്റ് ചെയ്യാൻ ടൈം നിങ്ങൾ സമയത്ത് തന്നെ നിങ്ങൾ ഡിലേ ആക്കാതെ ആ ഒരു പേയ്മെന്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഇത്രത്തോളം മാസം 10 മാസം ഉണ്ട്, 12 മാസത്തിലൊക്കെ നമുക്ക് അടവിന് നമ്മൾ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എമൗണ്ട് ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ ആ ഫുൾ മന്തും നിങ്ങൾ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സിബിൽ സ്കോർ ഇൻക്രീസ് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻക്രീസ് ആവുന്നതോട് കൂടി നമുക്ക് ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അതായത് നമ്മുടെ സിബിൽ സ്കോർ ഡൗൺ ആകും. അതായത് എപ്പോഴാണ് നമ്മുടെ പേയ്മെന്റും കാര്യങ്ങളും നമ്മൾ കറക്റ്റ് സമയത്ത് ചെയ്യാതെ ഡിലേ ആക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മളുടെ സിബിൽ സ്കോർ ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് എത്രത്തോളമാണ് ഡൗൺ ആകുന്നത് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ പോകുന്നത് മറ്റുള്ള രീതിയിലൊക്കെ ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്. സോ ഇന്ന് നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ പേയ്മെന്റ് ചെയ്യാതെ നിങ്ങൾ ഡിലേ ആക്കി കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു മാസം 1-ാം തീയതി അടയ്ക്കേണ്ട ഒരു അടവുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്തു, ഈ ഒരു മാസം കഴിഞ്ഞ്, അതായത് അടുത്ത മാസം 1-ാം തീയതിയാണ് നിങ്ങൾ പേയ്മെന്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു മന്ത് അവിടെ നിങ്ങൾക്ക് ഡിലേ ആയിട്ടുണ്ട്. സോ ഈ ഒരു മന്ത് ഡിലേ ആകുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം സിബിൽ സ്കോർ ഡൗൺ ആകുമോ എന്നുള്ളതാണ് ഇന്ന് ചെക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ചെയ്യുക എന്നുള്ളതല്ലേ, നിങ്ങളുടെ മൊബൈൽ ഫോണിൽ തന്നെ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റുള്ളിൽ ഇത് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം എത്രത്തോളമാണ് നമ്മുടെ സിബിൽ സ്കോർ ഡൗൺ ആവുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യാം. സോ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസ്, ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാൻ നമ്മുടെ ചാനൽ ജസ്റ്റ് വിസിറ്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ നമ്മളെ ഇൻസ്റ്റാ ID പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ മെസ്സേജ് ചെയ്യുക, നമ്മൾ കഴിയുന്ന രീതിയിൽ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ നേരെ സ്ക്രീനിലേക്ക് പോയിട്ട് വീഡിയോ കാണാം. അപ്പോൾ നിങ്ങളുടെ മൊബൈലിലുള്ള ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ഇൻ്റർഫേസിൽ തന്നെ നിങ്ങളുടെ പ്രൊഫൈൽസും അതുപോലെ തന്നെ നിങ്ങളുടെ ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ചെക്ക് യുവർ സിബിൽ സ്കോർ ഫ്രീ എന്ന് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുവരെ സിബിൽ സ്കോർ ഇതിൽ ചെക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എനിക്ക് 765 സിബിൽ സ്കോർ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് 750 മുകളിലേക്കെങ്കിലും നമുക്ക് സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് ക്രെഡിറ്റും കാര്യങ്ങളൊക്കെ ലഭിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ 6 പേയ്മെൻറ്റ് ചെയ്തു, ഒന്നും ലേറ്റായിട്ട് ചെയ്തിട്ടില്ല, ഫുൾ കറക്റ്റായിട്ട് തന്നെ നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ സിബിൽ സ്കോർ ഇതിൽ ചെക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാൻ കാർഡ് നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്തിട്ട് നിങ്ങൾ സിബിൽ സ്കോർ ചെക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഞാൻ വഴിയെ കാണിച്ചു തരാം. സോ നമ്മുടെ സിബിൽ സ്കോറിൻ്റെ ക്രെഡിറ്റ് റിപ്പോർട്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എനിക്കുള്ളത് 3-4 ലോണുകളുണ്ട്. ഓക്കെ, അപ്പം അതിൻ്റെയൊക്കെ അടച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെയൊക്കെ ഒരു ടൈമിങ്. അപ്പം നിങ്ങൾ ഏതാണോ എടുക്കുക, അപ്പം ഇപ്പം എനിക്കൊരു ബൈക്കിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ മറ്റുള്ള മൊബൈലിൻ്റെ ഉണ്ട്, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് അടവുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് അടവ് അടച്ച സ്ഥലത്ത് നമുക്ക് ഒരു ഗ്രീൻ ടിക്ക് മാർക്ക് വരും. ഓൺ ടൈമിന് തന്നെ അടച്ചിട്ടുണ്ടെങ്കിൽ ഡിലേ ആയി കഴിഞ്ഞാൽ ഇൻഡ്യൂ വരും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു ക്രെഡിറ്റ് ലിമിറ്റ്. ഇതിൻ്റെ ഒരു ലിമിറ്റ്, അതായത് 790 അബോവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സലൻ്റ് ആയിരിക്കും നമ്മൾ ഉണ്ടാകുക. 879 790 ഗുഡാണ്. അതുപോലെ തന്നെ 739 770 ഫെയർ ആണ്. അതായത് ചിലപ്പം നമ്മളെ സിബിൽ സ്കോർ ഡൗൺ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് നമ്മളെ ക്രെഡിറ്റ്, അതായത് ഇപ്പോൾ ബജാജൊക്കെ ആണെങ്കിൽ അത് ബ്ലോക്ക് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇവിടെ നിങ്ങൾക്ക് മിസ് ആൻഡ് EMI ഓർ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റ് എന്ന സെക്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം വാട്ട് ഹാപ്പൻസ് ടു യുവർ സിബിൽ സ്കോർ വെൻ യു ഡിലേ പേയിങ് ഓഫ് യുവർ ലോൺ EMIs ഓർ ക്രെഡിറ്റ് കാർഡ് ബിൽസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലേറ്റായിട്ട് ഡിലേ ആയി കണ്ട് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മളിപ്പം ഒരു 30 ദിവസമാണ് നമ്മൾ ഡിലേ ആയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ 60 ഡേയ്സാണ് ഡിലേ ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 90 ദിവസമാണ് നമ്മൾ ഡിലേ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ സിബിൽ സ്കോർ എത്രത്തോളം ഡൗൺ ആവുമെന്ന്. 30 ഡേയ്സിൽ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം പ്രെഡിക്റ്റ്
ന്യൂ സ്കോർ എന്ന് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രഡിക്ഷനാണ്. ഏകദേശം ഓൾമോസ്റ്റ് നമുക്ക് 765 എൻ്റെ സിബിൽ സ്കോർ ഒരു മാസം ഡിലേ ആയി കഴിഞ്ഞിട്ടാണ് ഞാൻ പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ 78 സിബിൽ പോയിൻറ്റ്സ് നമുക്ക് ഡൗൺ ആവുന്നതായിരിക്കും. അതായത് 687 ഓക്കെ ആവറേജിലേക്ക് നമ്മൾ പിന്തള്ളപ്പെടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഡിലേ ആയി ഒരു മാസം ഡിലേ ആയി കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നമാണിത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ 60 ദിവസം നമ്മൾ ഡിലേ ആയി കഴിഞ്ഞു പേയ്മെൻറ്റ് ചെയ്തിട്ടില്ലാണെങ്കിൽ പ്രഡിക്റ്റ് യുവർ ന്യൂ സ്കോർ എന്ന് വട്ടം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 765 ഉള്ളത് 649 രൂപ, അതായത് 649 സിബിൽ സ്കോർ പോയിൻറ്റ്സ് ആയിട്ട് 116 പോയിൻറ്റ്സ് നമുക്ക് ഡൗൺ ആവുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ 90 ഡേയ്സിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മുടെ സിബിൽ സ്കോർ എന്ത് ചെയ്യും, ഡൗൺ ആവുന്നതായിരിക്കും. അതായത് 3 മാസം നിങ്ങൾ അടവ് തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 197 പോയിൻറ്റ്സ് നിങ്ങൾക്ക് ഡൗൺ ആവുന്നതായിരിക്കും. ഇങ്ങനെ ഡൗൺ ആവുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡെന്നാണെങ്കിലും അല്ലാന്നെങ്കിലും മറ്റുള്ള പേ ലെറ്റർ വഴി ആണെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ബ്ലോക്ക് ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് തന്നെ ഡിലേ ആകാതെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പേയ്മെൻറ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഇവിടെ 90 ദിവസമൊക്കെ നമ്മൾ ഡിലേ ആയി കഴിഞ്ഞാൽ ഏകദേശം 200ഓളം പോയിൻറ്റ്സാണ് നമ്മൾ ഡൗൺ ആവുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം നിങ്ങളുടെ സിവിൽ സ്കോർ എത്രത്തോളം ആകുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് അറിയാത്ത ഒരുപാട് നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അവരിലേക്ക് എന്ത് ചെയ്യുക, ഈ വീഡിയോ ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ അടവിന് ഒരു എന്തെങ്കിലും പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്നതായിരിക്കും. അപ്പോൾ ഇത്രത്തോളമാണ് നമ്മൾ സിബിൽ സ്കോർ ഡൗൺ ആകുക. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളെ ചാനൽ ഇതുവരെ നിങ്ങൾ കണ്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ജസ്റ്റ് ലൈക്ക് ചെയ്യുക. സോ ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.